guys, welcome to my vlog. Hope you all are fine. I am also fine. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇന്ന് 6 മണിക്ക് കഴിഞ്ഞിട്ട് ദർശനമൊക്കെ കഴിഞ്ഞ് അപ്പോൾ തിരക്കുണ്ടായിരുന്നു ഗൈസ്. ബട്ട് അവർ ഭയങ്കര സിസ്റ്റമാറ്റിക് വേയിലാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അത് നല്ല ഹാറ്റ്സ് ഓഫ് തന്നെ കൊടുക്കണം. കാരണം നമുക്ക് ഒരു ടയർഡ്നെസ് ഒന്നും ഫീൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഫുൾ എ സിയും എല്ലാ സിസ്റ്റമാറ്റിക്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇവർക്ക് ഡ്രിങ്കിങ് കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കുടിക്കാനൊക്കെ നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു, സൗകര്യം. അതുകൊണ്ട് ആ വൈസ് മാനേജ്മെൻറ്റ് അടിപൊളിയായിരുന്നു. ഹായ് പപ്പ. അപ്പോൾ ദർശനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ദർശനം നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല ജയ്സായിരം തിരക്കുണ്ടായിരുന്നു. പക്ഷേ വളരെ സിസ്റ്റമാറ്റിക് ആയുള്ള അറേഞ്ച്മെൻ്റ് ആയിരുന്നു. അതുകാരണം കുഴപ്പമൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് ദർശനം നടത്തി ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ अबे जल्दी बोल, कल सुबह पनवेल निकलना है. കട്ടി സായിറാം. നന്നായിട്ട് ദർശനമൊക്കെ കിട്ടി. തിരക്കുണ്ടെങ്കിലും ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു. അവിടെ എ സി ഒക്കെ ആയിരുന്നു. നല്ല സുഖമായിട്ട് തൊഴുതു. വലിയ ഉന്തും തള്ളൊന്നും ഇല്ലാതെ നന്നായിരുന്നു. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഇഡ്ഡലി എല്ലാ ദിവസവും കഴിക്കണം തന്നെ, എന്നും കഴിക്കണേ. ഇഡ്ഡലിയും വടയും സാമ്പാർ ചട്നി. ഇതിലൂടെ പോഷയും കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ചായയും ബ്രെഡും ജാമും. ലുക്കിൽ പോകേണ്ട ഗൈസ്. ഉപ്പുമാവ് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചൊരു സെറ്റ് ഇരിക്കുകയാണ്. ഈ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇവിടെ സായിബാബയുടെ മ്യൂസിയം ഉണ്ട്, അത് കാണണം. അതായിട്ട് നമ്മൾ ഡയറക്റ്റ് പോകുന്നത് സൂല വൈൻ യാർഡിലേക്കാണ്. ഇവിടുന്ന് ഒരു 2.5 മണിക്കൂറുണ്ട് അങ്ങോട്ടേക്ക്. സോ ലെറ്റ്സ് സീ. വി ആർ റെഡി ഫോർ ദ ഡേ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്യാണ്. ബ്യൂട്ടിഫുൾ ഹോട്ടലായിരുന്നു, നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. സോ ഹാപ്പി. നെക്സ്റ്റ് നമ്മൾ എവിടെയാണ് പോയിട്ടുണ്ടോ? നമ്മളിവിടെ ഒരു മ്യൂസിയം ഉണ്ട്, പിന്നെ സായിബാബ താമസിച്ച ഒരു ഹെറിറ്റേജ് വില്ലേജ് ഉണ്ട്. പിന്നെ നമ്മൾ പോകുന്ന സുല. ഓക്കെ ബൈ. പിന്നെ വൈൻ കുടിച്ച് നമ്മൾ ഹോട്ടൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ പേരാണ് ഇൻഡോർ പാലസ്. അടിപൊളി സർവീസിങ് ആയിരുന്നു, നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് വെച്ചാൽ അമ്പലത്തിന് അടുത്തായിരുന്നു. അതുകൊണ്ട് രാവിലെ നമുക്ക് അമ്പലത്തിൽ പോകാൻ എളുപ്പമായിരുന്നു ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ഷിർഡി ഹെറിറ്റേജ് വില്ലേജിലെത്തി. സായ് ഹെറിറ്റേജ് വില്ലേജിൻ്റെ എൻട്രൻസ് ആണ്. അവരത് ബ്യൂട്ടിഫുള്ളായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അകത്ത് ചെല്ലുമ്പോൾ നമുക്കൊരു റിസപ്ഷൻ കാണാം. അവിടുന്ന് നമുക്ക് എൻട്രി പാസ് എടുക്കണം. എൻട്രി ഫീ 150 rupees പെർ പേഴ്സൺ ആണ്. സോ അവർ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് സായിബാബയുടെ ലൈഫ് ആൻഡ് ലൈഫ് ഓഫ് വില്ലേജേഴ്സ് ഹു വർ സ്റ്റേയിങ് വിത്ത് സായിബാബ ഡ്യൂറിങ് ദാറ്റ് ടൈം. This is very unique in nature because all major events of Baba and lifestyle of Baba and villagers are created in the form of statue. Not just that, all the statues are very realistic. നമുക്കൊന്ന് തോന്നിപ്പോവും അവർ ശരിക്കും ഉണ്ടെന്ന്. പണ്ട് കാലത്തെ ക്ലാസ് റൂമാണ്. അവിടെ ഒരു മാഷുണ്ട്. മാഷ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അതിനെ കുട്ടികൾ ഹാൻഡ്സ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പെൺകുട്ടീനെ അവിടെ നിർത്തിയിട്ടുണ്ട് ആൻസർ കിട്ടാൻ വേണ്ടി. കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും പക്ഷെ അവർ അത്രയും ഡീറ്റെയിലോടെ തന്നെ ചെയ്തിട്ടുണ്ട്.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ 150 റുപ്പീസാണ് പെർ പേഴ്സൺ. ആ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, ലൈക്ക് ബാബാസ് ഓൾഡ് ഷിരഡി വിസിറ്റ്, അഡ്വെഞ്ചർ ഗെയിം, മാജിക് ഷോ എക്സെട്ര. ആ ആക്ടിവിറ്റീസ് എല്ലാം ഈ 150 റുപ്പീസിൽ ഇൻക്ലൂഡാണ്. പക്ഷെ അത് കൂടാണ്ട് നമുക്ക് റോപ്പ് വേ, ബലൂൺ ഷൂട്ടിംഗ്, ട്രഡീഷണൽ ക്ലോത്ത്സ് ഇട്ട് ഫോട്ടോ എടുക്കാം, ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്, ക്യാമൽ റൈഡിംഗ് ഉണ്ട്, ക്യാൻറ്റീൻ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ബട്ട് എക്സ്ട്രാ ചാർജ് കൊടുക്കണം. ഇൻട്രസ്റ്റഡ് ആൾക്കാർക്ക് അതെല്ലാം എക്സ്ട്രാ ചാർജ് കൊടുത്ത് എൻജോയ് ചെയ്യാം കേട്ടോ. ഈ വീട്ടിലത്തെ കുട്ടി പശു അമ്മ പശുവിൻ്റെ പാല് കുടിക്കണ കണ്ടിട്ട് അവിടുത്തെ ചേച്ചിക്ക് ഇഷ്ടമായിട്ട് കണ്ണ് വെക്കാണ്ടിരിക്കാൻ വേണ്ടി ഉഴിഞ്ഞിടാൻ തോന്നുന്നു. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ അവർക്ക് ഡെഡിക്കേഷനോട് ആൻഡ് ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളി മാജിക് ഷോ ആയതിനെ. പ്രാവൊക്കെ ചാടി വന്നു, പിന്നെ ഒരു കുഞ്ഞു ബോൾ വലിയ ബോളായി മാറി. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അതിനെന്തെങ്കിലും ഉണ്ടാവും ടെക്നിക്ക്, പക്ഷെ എന്നാലും നമുക്കത് മാജിക് എപ്പം കണ്ടാലും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് വേറെ ലെവൽ തന്നെയാണ്. ആ ബോൾ ഇനി ആ കുട്ടീൻ്റെ വായിൻ്റെ അകത്ത് കൂടെ വരുമേ, കാണണേ നല്ല രസമാണ്. അങ്ങനെ ചെയ്തതെന്നറിയില്ല, പക്ഷെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. दीदी के पेट में गए, बोलो पेट से निकालो, नहीं रिटर्न ले लेते, मैजिक से लेते. देखो ये मैजिक बॉक्स है, एम्प्टी है ना सर, खाली है. फ्री टाइम से दरकुछ ना खाते इसमें, थूक तो मत देना, ऐसे नहीं. तो अलग कर देते हैं. अभी मेरे पास में ये गोली है, देखो ये कलर देखो. ഈ ചേട്ടൻ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു മാർബിൾസ് വൈൻ്റെ അകത്തിന് എടുക്കും. ബട്ട് കുറച്ച് കഴിഞ്ഞാൽ വലിയ മെറ്റൽ ബോളാണ് വൈൻ്റെ അകത്ത് കൂടെ വരണേ. ഇങ്ങനെയാണ് വന്നതെന്നൊന്നും അറിയില്ല, ബട്ട് മാജിക് ഇസ് മാജിക്. लोहे का बॉल यहाँ का नहीं है, ये बॉल यहाँ पर लेके दीदी लेके आ. ഈ ചേട്ടൻ ഇപ്പോൾ ഒരു ഹാൻഡ് കച്ചീഫാണ് ചോദിക്കണം. ആ കുട്ടി ഹാൻഡ് കച്ചീഫ് കൊടുക്കുമ്പോൾ നല്ല ഹാൻഡ് കച്ചീഫ് ആദ്യം ഇടുമ്പോൾ ഈടി പറഞ്ഞതായിട്ട് വരും, പക്ഷെ പിന്നെ അത് ഇടുമ്പം ശരിക്കും പുതിയ നല്ല ഒറിജിനൽ ഹാൻഡ് കച്ചീഫാണ് പിന്നെ വരുന്നത്. ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ല, ബട്ട് ഇറ്റ് ഈസ് വെരി ഫാസിനേറ്റിംഗ്. बोलो टूट 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 ओपन करो. ओल्ड है ये, देखो ओपन करके बताओ सबको, सब देखेंगे. देखो ओल्ड की अच्छी पे ये पसंद आए नहीं चाहिए तो रख लो, मैं दूसरा बना लूँगा. ये नहीं चाहिए, अरे चलो कोई बात नहीं, कोई बात नहीं. देखो वही लेके आओ दीदी वाला. बोलो टूट 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 निकालो छोटू आपका रुमाल. अरे थैंक यू, बैठो वहीं पे बैठो. देखो इसको तो अलग कर देंगे सर, निकाल. അമ്മ ഇപ്പോൾ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ പോയിട്ടുണ്ട്. പൊട്ടിക്കഴിഞ്ഞ് എന്ത് ചെയ്യും അമ്മ? ഇത് ചെയ്ത ആർട്ടിസ്റ്റ് ഒരു വലിയ ഹാറ്റ്സ് ഓഫ് തന്നെ. കാരണം കുഞ്ഞു ഒബ്ജക്റ്റ് ആയാലും വലിയ ഒബ്ജക്റ്റ് ആയാലും അതിനെല്ലാം അതിൻ്റെ ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്തിട്ട് നല്ല ഡെഡിക്കേഷനും ഹാർഡ് വർക്കോടെ തന്നെ ചെയ്തിരിക്കാൻ. thoroughly enjoyed. ഗൈസ്, അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടെ തന്നെ വന്നെത്തി. കുറച്ച് പ്ലാനിൽ ചേഞ്ച് ഉണ്ട്. ഞങ്ങൾ സൂല വയനാട് പോയില്ല. നമ്മൾ ഡിസംബറിൽ പോകും. പ്ലാൻ ചേഞ്ച് ചെയ്തത് കാരണം ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ റോഡിനൊക്കെ ജാമായി കിടക്കാം. പിന്നെ പപ്പയ്ക്ക് എമർജൻസി ആയിട്ട് ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ ഡയറക്റ്റ് വീട്ടിൽ പോവാം. അപ്പം അതിൻ്റെ അടുത്ത് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ
ഉപ്പുമാവ് ഉണ്ടാക്കണ ഇതിൽ വന്നിട്ട് ഈ ഹോട്ടൽ ഭയങ്കര നല്ലതാണ്. കറി ലീവ്സ് എന്ന പേര്, പക്ഷേ അടിപൊളി ഫുഡാണ്. അപ്പം നമ്മളുടെ ട്രിപ്പ് ഇവിടത്തോടെ അവസാനിക്കുകയാണ്. നമ്മൾ തിരിച്ച് സിൽവാസയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സിൽവാസ എത്തിയിട്ട് നമുക്ക് നോക്കാം ഇനി എന്താ ചെയ്യേണ്ടത്. ബൈ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് റോഡ് സൈഡിൽ ഫുൾ ഇങ്ങനെ കൃഷികൾ കാണാൻ പറ്റും. മോൺസൂൺ ആയ കാരണം തന്നെ ഫുൾ ഗ്രീനറി ആയിരുന്നു. അത് കാരണം ആ ഒരു നേച്ചറിൻ്റെ ബ്യൂട്ടി നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല ഭംഗിയുണ്ടായിരുന്നു. ട്രിപ്പൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് വീട്ടിലെത്തി റെസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് വീഡിയോനെ ഞാൻ എൻഡിങ് കൊടുത്തിട്ടില്ലാന്ന്. സോ ഗൈസ്, ഞങ്ങൾ സൺഡേ 5:30 ആയപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി, സിൽവാസ എത്തി. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാകും. നമ്മൾ സുലവാണ്ടിയാട് പോയില്ല, കാരണം നല്ല മഴയായിരുന്നു. പിന്നെ പേഴ്സണൽ ഇഷ്യൂസ് കാരണം നമ്മൾ പോയില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമ്മൾ ഡിസംബറിൽ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഐ ഹോപ്പ് നമുക്ക് പോകാൻ പറ്റും. ബട്ട് അതർ ദൻ ദാറ്റ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒന്ന് കുറച്ച് പേടിച്ചിട്ടുണ്ടായിരുന്നു, മഴ കാണാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണം. ബട്ട് ടച്ച് വുഡ് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞങ്ങൾ നല്ല സേഫായിട്ട് പോയി തിരിച്ചെത്തി. ആൻഡ് നമ്മൾ 4 പേര് തറോലി എൻജോയ് ചെയ്തു 2 ദിവസം, വിച്ച് ഇസ് ദി ഇമ്പോർട്ടൻറ്റ് തിങ്. സോ ആ ട്രിപ്പ് അങ്ങനെ കഴിഞ്ഞു ഗൈസ്. ഇനി നെക്സ്റ്റ് ട്രിപ്പ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അണ്ടിൽ ദെൻ എവ്രിവൺ പ്ലീസ് ടേക്ക് കെയർ. ബൈ. ആൻഡ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.